ഗായകരുടെ സ്വരസന്ധിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. പാട്ടുവേദിയിലേക്ക് ONV കുറുപ്പ് സാറിന്റെ ഒരു മനോഹര ഗാനം ആലപിക്കാനായിട്ട് നമ്മുടെ ശ്രീദർശ് കുട്ടൻ എത്തുകയാണ്. വെൽക്കം ശ്രീദർശ് ഓൺ സ്റ്റേജ്. കുറച്ച് കിളി പോയ പോലെ ഇരിക്കുന്നു. നീ കിളി പോയില്ല. പോയിട്ടില്ല. ഏത് പാട്ടാ? മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരം പൂവിലുണർന്നവളെ. ഓക്കെ. പിന്നെ പാടുകില്ലേ വീണ മീട്ടില്ല എന്റെ വേദന എന്നോട് ശ്രീദർശ് ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്താ ഓർമ്മ വന്നറിയോ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഒരു പാരഗ്രാഫ് ഒക്കെ വായിക്കാൻ ഇങ്ങനെ എണീപ്പിച്ച് വായിപ്പിക്കുമല്ലോ. അപ്പൊ ഞാൻ വായിക്കുമ്പോ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര ചിരിയായിരിക്കും. അവര് പറയുന്നത് ഞാൻ പാടുന്ന പോലെയാണ് വായിക്കുന്നത്. എന്താന്ന് എനിക്കറിയാം, ഭയങ്കര നീട്ടിട്ടാണ് വായിക്കുന്നത്. അല്ലേ? ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ നീട്ടിയല്ലേ പറയണത്. അടുത്ത വേർഡ് കിട്ടാതാവുമ്പോ ഇത് കുറച്ച് നീട്ടുന്നതാണ്. നീട്ടുണ്ട്. ഓനത് പാടിയത് നല്ല രീതിയിൽ പാടിയെങ്കിലും അല്ലെ? ബ്യൂട്ടിഫുൾ കറക്റ്റ് അല്ലേ? മക്കളെ എല്ലാം മറന്നല്ലോ, ഇനി പാടിക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ.
മിസ്റ്റർ ശ്രീധർഷ്, എന്തോ സാർ? മക്കളെ, ഈ പാട്ട് ശരിക്കും കേട്ടിട്ടാണോ പഠിച്ചത്, അതോ ചുമ്മാ ഈസി ആയിട്ട് പഠിച്ചോണ്ട് ഞാൻ വന്നാണോ? പഠിച്ചിക്കേ. എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. അതെ, അതായത് ഈ പാട്ടില് മോൻ നന്നായിട്ട് തന്നെ തുടക്കം കുറിച്ച് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഒന്നും മിണ്ടുകില്ലേ എന്ന പോർഷൻ മോൻ പാടിയില്ല. അതെന്താ അത്? അത് അന്നേരം എന്നോട് മറന്നുപോയി. അതെങ്ങനെയാടാ മറക്കുന്നത്? എന്താ? ലോകത്ത് ഒരു മനുഷ്യനും പറയാത്തൊരു ഉത്തരമാണ്. കാരണം ഈ പാട്ട് ഞാൻ ജനിച്ചപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു പാട്ടാ. ഈ പാട്ട് ഒന്നും മിണ്ടുകില്ലേ വന്നില്ലെങ്കിൽ പിന്നെ ഒരു അർത്ഥവും ഇല്ലാതായി പോകും. നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ, ജിഞ്ചിങ് മാ, അങ്ങനെയാണ് വരുന്നത്. സമത്തിലാണ് മാണിക്യ വീണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മഞ്ഞു കൊഴിഞ്ഞല്ലോ, മാമ്പു കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവയിൽ വന്നല്ലോ, അവിടെ ഒരു 2 ബാർ നീ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരെന്താ കഞ്ഞി വെച്ച് തരുമോ ആ സമയത്ത്? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഗ്യാപ്പേ ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഈ 2 ബാർ ഇട്ടത് എന്തിനാ? ഇവിടെ അന്നേരം എന്തോ ആയിപ്പോയി. ഇതാണ് കുഴപ്പം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നീ പലരെയും പറ്റി ചിന്തിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം ഇതിനകത്ത് ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്ക് എന്തോ ഒരു എന്താ ടെൻഷൻ? ടെൻഷൻ ഒന്നുമില്ല. പിന്നെ ആരെയോ കുറിച്ച് ആലോചിച്ച് പാടി. അതാരാ? ആരെയാടാ നീ ആലോചിച്ചേ? ആര്? അമ്മയാണ് എന്ന് പറയണ്ട. അമ്മ. അല്ലല്ല, അത് വേണ്ട, ചാടിക്കറി അമ്മ എന്ന് അത് പറയും. വേണ്ട. അല്ലാതെ നീ പറഞ്ഞോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു പ്രണയഗാനം നീ പല്ലവി എല്ലാം നല്ല സ്വിച്ച് പാടി, പക്ഷെ ഒന്നും മിണ്ടുകില്ലേ വിട്ടുകളഞ്ഞു. പോട്ടെന്ന് വെച്ച് ഞാൻ വിചാരിച്ചു ഇനി റെക്കോർഡിൽ നീ അങ്ങനെ വല്ലതും ആണോ. പക്ഷെ മധു വിടുന്നുണ്ട് പറയണേ, അങ്ങനേ അല്ല. നമ്മളൊക്കെ 1000 പ്രാവശ്യം പാടിയ പാട്ടായത്. എന്താ മോനെ ഇതൊക്കെ ഇങ്ങനെ? അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മോനെ. നമ്മൾ തമാശയായിട്ട് പറയുന്നെങ്കിലും ഷുഡ് ബി സീരിയസ്. കാരണം ഇപ്പൊ നന്നായിട്ട് പാടുന്നുണ്ട് നീ. ഇപ്പൊ പാടിയതെല്ലാം മനോഹരമായി. നല്ല ഫീൽ ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ പാടും. പാടിയത് അതിമനോഹരമായിരുന്നു. ഒരു ലാസ്റ്റ് പല്ലവി എടുത്തത് വൺമാണിക്കാന്നെടുത്തുന്നുള്ളേ ഉള്ളൂ. കാരണം ഒന്ന് തന്നെ എടുത്തു. മാണിക്ക സമത്തിലാണ് വരുന്നത്. അത് അശ്രദ്ധയാണ്. ആ സമയത്ത് എന്തൊക്കെയോ തിങ്ക് ചെയ്യാണ്. ഞങ്ങളുടെ ഒരു വിഷമം പറയുകയാണ്. ഞങ്ങൾ എങ്ങനെ മാർക്കിടും? ഒന്നും മിണ്ടിയില്ലേ ലാസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സ്ഥലത്ത് ഒന്നും മിണ്ടിയില്ലേ പാടിയില്ല. ഒന്ന്. രണ്ടാമത് ആവശ്യമില്ലാതെ 2 ബാർ ഫസ്റ്റ് അനുപല്ലവിയിൽ വിട്ടു, വെറുതെ കളഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം അവരും നോക്കുന്നു, ഞങ്ങളെല്ലാം അന്യോന്യം നോക്കുന്നു. പിന്നെ ചരണം വന്നപ്പോഴത്തേക്ക് നീ ഒരു 1.25 ബാർ ആയപ്പോഴത്തേക്ക് പിൻ അങ്ങനെ പിന്നെയും എടുത്തു. അവിടെ ഞാൻ ഫസ്റ്റില്ല അനുപല്ലവിയില്ലേ, ആ തെറ്റിപ്പോയില്ലേ. അന്നേരം അല്ല തെറ്റിയല്ല, അവിടെ മറന്നുപോയി. അന്നേരം അടുത്തേല് വിചാരിച്ചേ തുടക്കം പാടിയരോ പിന്നെ മറന്നുപോയി. അല്ല, അപ്പൊ ഞാൻ പറയട്ടെ, മോൻ കൃത്യമായിട്ട് ഇതെല്ലാ ഭാഗവും പാടിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് പൊസിഷനിങ്ങിലല്ല. അപ്പം 100-ൽ 100 കിട്ടേണ്ട എവിടം വരെ കിട്ടുമെന്നുള്ള ചിന്തനീയമാണ് കേട്ടോ. മധു പറ. മോനെ ശ്രീധർഷേ, എന്താ സാർ? മോനെ കുട്ടാ, ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഓക്കെ. ഇവിടെ വന്നിട്ട് ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു മത്സരമല്ലേ. അപ്പൊ ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്തില്ലേ? ഓ ചെയ്തു. പഠിച്ചില്ലേ? പഠിച്ചൊക്കെ ചെയ്തു. പിന്നെ എന്താണ് പറ്റിയത്? ഒന്നും മിണ്ടുകില്ലെന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ട്. ഇല്ലേ, പിന്നെ നിനക്ക് 2 മിണ്ടുകില്ല പാടാറുണ്ട്. ഒന്നിനെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ 2 ഇഷ്ടമാണോ അവന്? 2 ഇഷ്ടമല്ല. 2 ഇഷ്ടമല്ല. ഇത് പിന്നെ 3 മിണ്ടുകില്ല, ഒന്നും 2 ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെയാണ് പ്രശ്നങ്ങള്. ചില സ്ഥലത്ത് ഡൗട്ട്. അതായത് ലിങ്കിന് സ്ഥലം വിട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കായിരുന്നല്ലേ? അതിനുവേണ്ടി വിട്ടു തന്നതാണ് അവര്. അല്ല, രണ്ടാമത്തേല് ഫൈസൽ എന്തോ വായിക്കാൻ പോയപ്പോ ഇവൻ എന്തോ പറയാൻ പോയി. പാവം പോട്ടെ, ഒരു ലിങ്ക് ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലായല്ലോ. ശ്രീദർശന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രദ്ധിച്ച് പാടുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ മറക്കാൻ പാടില്ല. പിന്നെ വരികളൊന്നും വിട്ടുപോകാൻ പാടില്ല. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. സാധാരണ ശ്രീദർശന് ഒരു കിളിയെ പോയിട്ടുള്ളൂ. പല കിളികളും. ഒരു 3-4 കിളിയെങ്കിലും അറ്റ്ലീസ്റ്റ് പോയിട്ടുണ്ട്. എന്താ പറ്റിയത്? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തകർത്ത് 100 ഔട്ട് ഓഫ് 100 2 പെർഫോമൻസിന് വാങ്ങിയിട്ടുള്ള ആളല്ലേ. പ്രാക്ടീസിന്റെ എന്തിനൊക്കെയോ കുറവാണെന്നുള്ളത്. പക്ഷെ പല സ്ഥലത്തും ആ പഠിച്ച ഭാഗങ്ങളൊക്കെ വളരെ പാടിയിരിക്കണ ഭാഗമൊക്കെ നന്നായിട്ടാ പാടിയിരിക്കണ. ഏറ്റവും ഇഷ്ടമായ പോർഷൻ എന്താ? വേദന. നിന്റെ വേദന. ശരിക്കും ആ വേദന എന്ന് പറഞ്ഞത് വേദനയിൽ ആ വാക്കില് വേദന ഉണ്ടായിരുന്നു. നല്ല പാട്ടുകാരൻ, ഉഷാറ് പാട്ടുകാരനാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോനെ. പാടിയത് ഇത്രയും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒട്ടിച്ചൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 100-ൽ 100 പാടിയതെല്ലാം നല്ലതാണ്. പക്ഷെ ഇങ്ങനത്തെ ഇത്രയും മിസ്റ്റേക്സ് കാണിച്ചപ്പോൾ ഓരോ മിസ്റ്റേക്സിനും ഓരോ മാർക്ക് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 2 എണ്ണം പോയി. 2 ഒന്നും ഇല്ല, കൊണ്ടുപോയി. 2 അല്ല, പല്ലവി തന്നെ 2 ഉണ്ട്. പല്ലവിയിൽ 1 പ്രാവശ്യം. ശരി, ഓക്കെ, 1 സമ്മതിച്ചു. പല്ലവിയിൽ 1 പോയി, അനുപല്ലവിയിലും പോയി. 2.
അപ്പൊ 98. പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വിട്ടു. അതെ, ഓരോ ബാറിനും എത്ര കുറയ്ക്കണം? ഓരോ ബാറും പോട്ടെ. അനുപല്ലവിക്ക് 1 മാർക്ക്, ചരണത്തിന് 1 മാർക്ക്. അപ്പൊ എത്രയായി മൊത്തം? 96. നിനക്ക് കണക്കിന് നീ മിടുക്കനാ. അത്രയും നന്നായി പാടിയില്ലേ? ക്ലാസ്സിലും എങ്ങനെ തന്നെയാണോ? ആണോ? കണക്കിന് പിടിക്കണാണോ? 6 വരെ. 6 വരെ? 96 വരെ അവൻ എണ്ണും, പിന്നെ മേലോട്ട് എണ്ണത്തില്ല. മക്കളെ, നീ ഒരു നല്ല പാട്ടുകാരനായതുകൊണ്ട് വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. സന്തോഷായോ? ഓക്കെ. MG ഞങ്ങൾ ഒരു വീഡിയോ ഉണ്ട് ശ്രീദർശന്റെ, അതും കൂടെ കണ്ടാ നീ അതും കൂടെ പ്ലീസ്, അതും കൂടെ മാത്രം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും. അമ്മേ. എന്ത് വീഡിയോ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അണ്ടക്ക മുണ്ടക്ക ഡാമ ഡൂമ ഡിസ് കനകന കോ കനകന ഡേ അലി മുലീസേ കുരുത്തം കട്ടവളെ പട്ടണത്തിപ്പോ പട്ടണത്തിലെ ആളുകളെ മുക്കിനൊരൊട്ട. അല്ല ശരിയാ, ഞാൻ സൈഡ് അണ്ടക്ക മുണ്ടക്ക ഡാമ ഡൂമ ഡിസ് കനകന കോ കനകന ഡേ അലി മുലീസേ കുരുത്തം കട്ടവളെ പട്ടണത്തിപ്പോ പട്ടണത്തിലെ ആളുകളെ മൂക്കിനൊരൊട്ട. അല്ല ഉണ്ടാവില്ല, ഞാൻ നിങ്ങൾ ഒളിച്ചോ വെച്ച് കച്ചറ. 1 2 3 5 6 8 കുട്ടി ഇറങ്ങിയറി പക്ഷെ കണ്ണോട് ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടീൻ്റെ ബാക്കിൽ ഒളിക്കലൊന്നുമില്ല. വേണമെങ്കിൽ ഒന്നുകൂടി എണ്ണിക്കും, അതൊന്നും അല്ലാണ്ട് തന്നെ പറ്റൂല. ഞങ്ങൾക്ക് ഒരു ഓഫർ തരാം. ഞാൻ അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞെന്ന് തന്നെ രക്ഷിക്കും. അവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. ആരെയും വരുന്നുണ്ടെങ്കിൽ ഇല്ലേ എന്നെ പിടിച്ച് കാത്തിട്ടു. അതെന്തായിരിക്കണേ? പോയി കണ്ട് ഞാൻ കണ്ടില്ലല്ലോ, പിന്നെ ഓനെങ്ങനെ കൊണ്ടേ? അതെ, ഡാമ ഡൂമ ഡിംബ. ഇപ്പൊ മനസ്സിലായി നമുക്ക്. അവിടുത്തെ പിള്ളേരെ എല്ലാം പറ്റിച്ച് വലിയ കിങ് ആയിട്ട് നടക്കുകയാണ് നീ. ഓക്കെ, എന്തായാലും അടുത്ത തവണ വരുമ്പം കൃത്യമായിട്ട് അളവെല്ലാം നോക്കി പഠിച്ചിട്ട് വരണം കേട്ടോ. ആടി ഒരു ഡാമ ഡൂമ ഡീമ പൂക്കുറ്റി. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പിച്ച വച്ച നാൾ മുതൽ കൂനി എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും. പിച്ച വച്ച നാൾ മുതൽ കൂനി എൻ്റെ സ്വന്തമായി ആശ കൊണ്ടു കൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും. പിച്ച വച്ച നാൾ മുതൽ കുനീ.
കൽപ്പാത്തി തേരൊരുങ്ങി പൊങ്കലുമായി വന്നു പൗർണമി. കയ്യിൽ കുപ്പി വളയുടെ മേളം, കാതിൽ പാദസരത്തിന്റെ താളം, അഴകായി നീ തുളുമ്പുന്നു, അരികിൽ ഹൃദയം കുളിരുന്നു. പിച്ച വെച്ച നാൾ മുതൽക്കു നീ എന്റെ സ്വന്തം എന്റെ സ്വന്തമായി. ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും. പിച്ച വച്ച നാൾ മുതൽ കൊനി നാനാ ധീരനാ ധീരനാ നിരവമരെ മാരെ പാ നിര സനിധമപാ. കോലമിട്ടു പൊൻപുലരി കോടമഞ്ഞിൻ താഴ്വരയിൽ, മഞ്ഞലയിൽ മാഞ്ഞു പോയി നാം. കോലമിട്ടു പൊൻപുലരി കോടമഞ്ഞിൻ താഴ്വരയിൽ, മഞ്ഞലയിൽ മാഞ്ഞു പോയി നാം. ചുണ്ടിൽ ചോരുന്നു ചെന്തമിഴ് ചിന്ത്, മാറിൽ ചേരുന്നു മുത്തമിഴ് ചന്തം. മൃദുമൗനം മയങ്ങുന്നു, അമൃതും തേനും കലരുന്നു. പിച്ച വച്ച നാൾ മുതൽ കൊനി എന്റെ സ്വന്തം എന്റെ സ്വന്തമായി. ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും. പിച്ച വെച്ച നാൾ മുതൽക്കു നീ എന്റെ സ്വന്തം എന്റെ സ്വന്തമായി. ആശ കൊണ്ടു കൂടുകൂട്ടി നാം ഇഷ്ടം കൂടിയെന്നും എന്നും. പിച്ച വെച്ച നാൾ മുതൽക്കു നീ. വർണ്ണമനോഹരമായ ടോപ്പ് സിംഗറിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.